പെരുമ്പാവൂരിലേക്കാണ് ഇനി പോകുന്നത്. അവിടെ എൽദോസ് കുന്നപ്പള്ളി അനുകൂലികളുടെ വലിയ പ്രകടനം നടക്കുകയാണ്. പെരുമ്പാവൂരിൽ എൽദോസിന് സീറ്റ് നിഷേധിച്ചു എന്നുള്ള വാർത്തകൾക്ക് പിന്നാലെയാണ് പെരുമ്പാവൂർ കുറുപ്പംപടിയിൽ എൽദോസ് അനുകൂലികളുടെ പ്രകടനം ഇപ്പോൾ നടക്കുന്നത്. സീറ്റ് ലഭിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷ എൽദോസ് കുന്നപ്പള്ളി കഴിഞ്ഞ ദിവസവും മാധ്യമങ്ങളോടക്കം പങ്കുവച്ചിരുന്നു. സഭകളുടെയൊക്കെ പിന്തുണ ഉറപ്പാക്കിയിട്ടുണ്ട് എന്ന് പ്രതികരിച്ചിരുന്നു. ഇത്തവണ സീറ്റ് കിട്ടിയാൽ ഭൂരികം കടക്കും എന്നുള്ളതും എൽദോസ് കുന്നപ്പള്ളി വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നിലവിൽ രണ്ടാം ഘട്ട പട്ടികയുടെ ചർച്ച നടക്കുമ്പോഴും എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റില്ല എന്നുള്ളത് തന്നെയാണ് ലഭിക്കുന്ന സൂചന. സീറ്റ് നിഷേധിച്ചു എന്നുള്ള വിവരത്തിന് പിന്നാലെ എൽദോസ് ഡൽഹിയിലെത്തിയിരുന്നു. അവിടെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അവിടെയും അനുനയ നീക്കം ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് എൽദോസ് കുന്നപ്പള്ളിക്ക് വേണ്ടി പ്രവർത്തകർ തെരുവിലിറങ്ങുന്നത്. ലിഡിയ ജേക്കബിലേക്ക് പോകുന്നു. ലിഡിയ, സീറ്റ് നൽകിയില്ലെങ്കിൽ സ്വതന്ത്രമായി മത്സരിക്കാനുള്ള തീരുമാനത്തിലേക്കൊക്കെ എൽദോസ് കടക്കുന്നു എന്നുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു രാവിലെ. അതിന് പിന്നാലെ ഇതാ ശക്തിപ്രകടനം എന്ന മട്ടിലാണോ എൽദോസ് അനുകൂലികളുടെ ഈ പ്രകടനം നടക്കുന്നത്? ഹഷിത, തീർച്ചയായും സീറ്റ് നൽകിയില്ലെങ്കിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് തന്നെയാണ് എൽദോസ് കുന്നപ്പള്ളിയുടെ തീരുമാനം. എൽദോസ് കുന്നപ്പള്ളി അനുകൂലികൾ ശക്തി പ്രകടനമാണ് ഇപ്പോൾ കുറുപ്പംപടി ടൗണിൽ നടക്കുന്നത്. പ്രത്യേകിച്ച് അല്പം മുമ്പ് എൽദോസ് കുന്നപ്പള്ളി അനുകൂലികൾ പറഞ്ഞിരുന്നു എൽദോസ് കുന്നപ്പള്ളിക്കൊപ്പമാണ് നാട് ഉള്ളത്. പ്രത്യേകിച്ച് 7 പഞ്ചായത്തിന്റെയും പ്രസിഡന്റുമാർ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാർ അടക്കമുള്ള ആളുകൾ എൽദോസ് കുന്നപ്പള്ളിക്ക് അനുകൂലമായാണ് ഉള്ളത്. അത് മാത്രമല്ല, ഇത്തരത്തിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാരടക്കം AICCക്ക് കത്ത് നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ എൽദോസ് കുന്നപ്പള്ളിക്ക് അനുകൂലമായി ഇപ്പോൾ കുറുപ്പംപടി ടൗണിൽ പ്രകടനം ആരംഭിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സീറ്റ് നൽകിയില്ലെങ്കിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് തന്നെയാണ് കുന്നപ്പള്ളി പറയുന്നത്. ആദ്യഘട്ടങ്ങളിൽ രാവിലെ വലിയ ആത്മവിശ്വാസവും കാര്യങ്ങളും ഒക്കെ പ്രകടിപ്പിച്ചിരുന്നെങ്കിലും പിന്നീട് അടുത്ത വൃത്തങ്ങളുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനം മാറി. തനിക്ക് സീറ്റ് നൽകിയില്ലെങ്കിൽ തീർച്ചയായും തങ്ങൾ സ്വതന്ത്രനായി മത്സരിക്കും. ഈ പഞ്ചായത്തിലുള്ള ആളുകൾ, പ്രത്യേകിച്ച് മണ്ഡലത്തിലുള്ള ആളുകൾ, കോൺഗ്രസ് നേതാക്കൾ പലരും ഒപ്പം ഉണ്ടാകുമെന്ന് തന്നെയുള്ള വലിയ വിശ്വാസത്തിൽ കൂടിയാണ് എൽദോസ് കുന്നപ്പള്ളി ഉള്ളത് എന്നുള്ളതാണ്. അതായത് ഓക്കെ ലിഡിയ, സഭ മാത്രമല്ല കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണയും തനിക്കുണ്ട് എന്നുള്ളത് നേതൃത്വത്തെ കൂടി ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ് എൽദോസ് കുന്നപ്പള്ളി നടത്തുന്നത്. സ്വതന്ത്രനായി മത്സരിക്കും സീറ്റ് നൽകിയില്ലെങ്കിൽ എന്നുള്ള വിവരങ്ങൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ എൽദോസ് അനുകൂലികളുടെ വലിയ പ്രകടനം നടക്കുന്നത് പെരുമ്പാവൂരിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.